അച്ഛൻ പലപ്പോഴും എല്ലാ ആഘോഷങ്ങൾക്കും പങ്കെടുക്കുകയെങ്കിലും കുടുംബത്തിന് അദ്ദേഹത്തിന് പലപ്പോഴും സമയം കൊടുക്കാൻ പറ്റാതെ ഇരിക്കുന്നില്ല എന്നൊക്കെ അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മകൻ എങ്ങനെയാണ് ഇപ്പോൾ? മോനെ ഉമ്മൻചാണ്ടിയെക്കാട്ടി കുറച്ചുകൂടെ മോശമെന്ന് പറയാം. ഓ, ഉമ്മൻചാണ്ടി എവിടെ പോയാലും പിന്നെ അത് അമ്മയും ഭാര്യയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നെ വിളിച്ചിരിക്കും, ഒരു 10 സെക്കൻഡ് ഞാൻ അവിടാണെന്ന് പറയും. മകനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മകൻ കൃത്യമായിട്ട് എല്ലാവരും വായടുപ്പിക്കുന്ന മറുപടി പറയാറുണ്ട്, പ്രത്യേകിച്ച് കല്യാണത്തിന്റെ കാര്യത്തിലൊക്കെ. സാധാരണ അമ്മമാരോട് ഈ ചോദ്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവരോട് എന്ത് മറുപടിയാ പറയാറ്? ഒന്നിനൊഴിഞ്ഞു മാറുമോ, അല്ലെങ്കിൽ എന്തായാലും ഒരു പ്രോഗ്രഷൻ ഉണ്ടായിട്ടില്ല. കല്യാണമൊക്കെ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്. ഫേമായിട്ട് ഡിസിഷൻ വരണം. അത് ആ ഭാഗത്തുനിന്ന് ഉണ്ടാവും വേണമല്ലോ. ഉണ്ടാവും. പിന്നെ കല്യാണമല്ലേ മോനെ, എല്ലാം കൂടെ ഒത്തുവരണ്ടേ. സാറും മാമുമായിട്ടുള്ളായിരുന്ന ഒരു കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു എപ്പിസോഡിനെ പറ്റി വായിച്ചിട്ടുണ്ട്. അപ്പം ഇലക്ഷന്റെ തിരക്കിലാണ്, പ്രാർത്ഥനയിൽ ഓർക്കണേ, പ്രാർത്ഥിക്കുമല്ലോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു. അതിനകത്ത് വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് കൂടി ഉണ്ട്, ഒരു കമ്പാനിയൻഷിപ്പ് കൂടി ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ മിസ്സാവില്ലേ എന്ന് മകനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മോനെ അതിനെക്കാട്ടൊക്കെ പുതിയ ജനറേഷൻ അല്ലേ. ഞങ്ങളുടെ കാലത്തെ കത്തും ഈ ലാൻഡ് ഫോണൊന്നും വേണ്ട. എനിക്ക് സൂക്ഷിക്കാനൊന്നുമില്ല. അത് നമ്മൾ തെറ്റായിട്ടൊന്നും പറയുന്നില്ല. ഇവർക്ക് നിങ്ങളെ സോ പിടിക്കാനൊന്നും പറയുന്നില്ല. വാട്ട് ഈസ് ഇറ്റ്? ഇപ്പോൾ അദ്ദേഹം പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ജനസമ്പർക്ക പരിപാടിയൊക്കെ പോലെ ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങുന്ന ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതാണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ മാറ്റി നിർത്തിയ പ്രധാനപ്പെട്ട ഘടകവും. ചാണ്ടിയുമ്മൻ അങ്ങനെ സ്വയം രൂപകൽപ്പന ചെയ്ത ചില പദ്ധതികളൊക്കെ മനസ്സിലുണ്ട്. അതാണ് എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ഈ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിനായിട്ട് ഞാൻ MLA ആയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. അന്നാണ് ഈ സ്പോർട്സ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് നമ്മൾ ആദ്യം ഒരു സ്പോർട്സിൻ്റെ ടർഫ് ഉണ്ടാക്കി. പിന്നെ ഇപ്പം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ സ്പോർട്സിൻ്റെ ഫുട്ബോളിൻ്റെ ട്രെയിനിങ് ഡോൺ ബോസ്കോ സ്കൂൾസുമായിട്ട് ചേർന്നുകൊണ്ട് പുതുപ്പള്ളി മാത്രമല്ല കോട്ടയത്തിൽ മൊത്തമായിട്ട് 5 സെൻറ്റേഴ്സ് തുടങ്ങി. നമ്മൾ മെയ് 4 തുടങ്ങുകയാണ്. മഹാരാഷ്ട്ര ഗവർണർ ശ്രീ CP രാധാകൃഷ്ണനാണ് വന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സ്പോർട്സിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ. പിന്നെ തണ്ണൂരവും എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിൽ. അതിനെ ഒരു വാട്ടർ സ്പോർട്സിൻ്റെ സെൻ്ററാക്കാൻ ഞാൻ 25 ലക്ഷം കൊടുത്തു. അതുപോലെ തന്നെ അവിടെ കുറച്ച് ഒരു ആക്ടിവിറ്റീസ് തുടങ്ങാനുള്ള പ്ലാൻ. അപ്പോൾ സ്പോർട്സിനെ ബേസ് ചെയ്താണ് നമ്മൾ മണ്ഡലത്തിനെ ഇപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുപോലെ IT അവിടെ കൊണ്ടുവരുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് ഫോർവേഡ് പോയിട്ടില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഉമ്മൻചാണ്ടി സാറിന് ഒരു ഏകദേശം 20 വർഷക്കാലം പല പാർട്ടികൾ രാഷ്ട്രീയപരമായിട്ടൊക്കെ വേട്ടയാടിയ സന്ദർഭങ്ങളുണ്ട്. അപ്പോഴൊന്നും ആടി ഉലയാതെ ചിരിച്ച മുഖത്തോടു കൂടിയിട്ടാണ് മാധ്യമങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ളത്. സത്യം എന്തായാലും പുറത്തേക്ക് വരും. ഇതിന് സുതാര്യതയുണ്ടെന്ന് പറഞ്ഞ് ക്ലിഫ് ഹൗസിലെ ക്യാമറകൾ ഉൾപ്പെടെ ഏതൊരാൾക്കും കാണാൻ പറ്റാവുന്ന രീതിയിൽ കാണിച്ച മുഖ്യമന്ത്രിയാണ്. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതായത് തെറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. തെറ്റ് ചെയ്യൽ ശിക്ഷിക്കപ്പെടും, തെറ്റ് ചെയ്യൽ ശിക്ഷിക്കപ്പെടത്തില്ല. ആ ഒരു ബോധ്യം ഉറച്ച വിശ്വാസം ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നു. ചെറിയ വിശ്വാസമൊന്നുമില്ല, ഭയങ്കര വിശ്വാസം, കഠിനമായ വിശ്വാസം. അല്ലെ ആടി ഉലയത്തില്ലേ, ആടി ഉലഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഒരിക്കൽ പോലും ഒരാളെ, ഇവൻ സരിത ഋഷി വന്നില്ല, സരിതയെപ്പോലും എന്തെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ സത്യം. ഈ പ്രതികൾക്ക് എതിരെ കാണിച്ചിരുന്ന ഈ ഒരു ബഹുമാനം ഉണ്ടല്ലോ സാർ, അത് ചാണ്ടിയുമ്മലിൽ നിന്നും ഭാവിയിൽ പ്രതീക്ഷിക്കാമോ? പ്രതിരോധമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. ഉണ്ടാവും, പ്രതിരോധിച്ചിരിക്കും, പക്ഷെ ഞങ്ങളുടെ രീതിയിൽ പ്രതിരോധിക്കും. അദ്ദേഹം പ്രതിരോധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. അദ്ദേഹം അസംബ്ലിയിൽ കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം വിഴിഞ്ഞം പോർട്ട് വന്നപ്പോഴും ഈ ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്ത അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് ആയിരുന്നു. ആ ഡിഫൻസ് കാലം തെളിയിച്ചിരിക്കുന്നു സത്യമാണെന്നുള്ളത്. അപ്പോൾ ഡിഫൻസ് ഇല്ലാതെ ഒരിക്കലും പോകത്തില്ല. ചിലപ്പം ഒഫൻസ് കൂടെ കാണും. അത് കൊള്ളാം. ഈ പുതിയ കാലത്ത് ഇപ്പോൾ രാഷ്ട്രീയ പ്രതീക്ഷകളായിട്ട് ഒരുപാട് പേര് കോൺഗ്രസിൽ വളർന്നു വരുന്നുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, ഷാഫി പറമ്പിലുണ്ട്. ഇവരൊക്കെ ആയിട്ടുള്ളൊരു ചർച്ചകൾ അല്ലെങ്കിൽ ഇവരൊക്കെ ആയിട്ടുള്ളൊരു മുന്നോട്ട് പോക്ക്, അങ്ങനെയുള്ള ഒരു സംസാരങ്ങൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും സഹപ്രവർത്തകരാണ്. ഇപ്പോൾ രാഹുൽ ആണെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ ഒരേ ബെഞ്ചിലാണ് ഞങ്ങൾ അസംബ്ലിയിൽ ഇരിക്കുന്നത്. ഷാഫി ആണെങ്കിലും ഞങ്ങൾ 10-15 വർഷത്തെയെങ്കിലും പരിചയവും അടുപ്പമൊക്കെ ഉണ്ട്. അപ്പം വിഷ്ണുനാഥ് ആണെങ്കിലും അതല്ല സനീഷ് ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരേ കാലഘട്ടത്തിൽ, അവർ സീനിയേഴ്സായിട്ട് ഞങ്ങൾ ജൂനിയേഴ്സായിട്ടൊക്കെ വളർന്നു വന്നവരാണ്. അപ്പം ഞങ്ങളെല്ലാം ഒരേ, ബൽറാം ആണെങ്കിലും എല്ലാം, ഞങ്ങൾ ഹൈബി ആണെങ്കിലും ഡീൻ ആണെങ്കിലും ഞങ്ങളെല്ലാം ഒരേ, എന്താ പറയുക, ഒരേ കാലഘട്ടത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് ആണ് യൂത്ത് കോൺഗ്രസിൻ്റെയും അതേപോലെ KSUവിൻ്റെയും. അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം തമ്മിലൊരു പ്രശ്നത്തിൻ്റെയും കാര്യമില്ല. ഞങ്ങൾ ഈ കോൺഗ്രസിൻ്റെയോടൊപ്പം സഞ്ചരിക്കുന്ന
വ്യക്തികൾ. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും എതിർ പാർട്ടി ഉണ്ടായിരുന്ന നേതാക്കളുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന മനുഷ്യനാണ്. ഇപ്പോഴും ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എന്നുള്ള ബഹുമാനത്തോടുകൂടി വിളിക്കുകയും വിശേഷങ്ങൾ തിരക്കുകയും ചെയ്യുന്ന മറ്റൊരു പാർട്ടിയിലെ നേതാവ് ആരായിരിക്കും? ഏറ്റവും അടുപ്പ തോന്നുന്നത് പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ്. വിളിച്ചന്വേഷിക്കുക എന്നുള്ളതല്ല, നമ്മളെ കാണുമ്പോൾ ആ സ്നേഹം നമ്മുടെ മനസ്സത് തിരിച്ചറിയും. ഉമ്മൻചാണ്ടി ഒരു എനിക്ക് താരതമ്യപ്പെടുത്താവുന്ന ഒരാളായിട്ട് തോന്നിയിരിക്കുന്നു പന്ന്യൻ രവീന്ദ്രൻ. ഈസ് സോ സിമ്പിൾ. അദ്ദേഹത്തോട് പ്രത്യേകമായിട്ടൊരു ബഹുമാനമുണ്ട്. പലപ്പോഴും ഉമ്മൻചാണ്ടി പിണറായി വിജയൻ കമ്പാരിസണുകളിൽ പറയുന്ന ഒരു കാര്യം മുഖത്തെ ചിരിയാണ്. ഉമ്മൻചാണ്ടി എല്ലാവരെയും ചിരിച്ചുകൊണ്ടാണ് അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ മുഖ്യമന്ത്രി പലപ്പോഴും അങ്ങനെയല്ല, കുറച്ച് ഷോൺ ഫേസ്ഡ് ആയിട്ടാണ് അദ്ദേഹത്തെ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. കൈ തന്നാണ് നിയമസഭയിലേക്ക് അന്ന് വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത്. എപ്പോഴെങ്കിലും ഈ സംസാരത്തിനിടയിൽ ചിരിയെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഓരോ വ്യക്തിക്കും ഓരോ പ്രത്യേകതകളാണ്. എൻ്റെ ഫാദറിൻ്റെ പ്രത്യേകത മറ്റൊരാൾക്ക് പറഞ്ഞാൽ എനിക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ പ്രത്യേകത അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. എൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ രീതി ഐഡൻറ്റിക്കലാണ്, എന്താ പറയുക, യുണീക്കാണ്. ഓരോ വ്യക്തികളും ഓരോ രീതികളാണ്. അതിനകത്ത് ഇപ്പം നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ലീഡേഴ്സും അവരുടെ രീതിയിൽ പ്രവർത്തിക്കും. അതാണ് ഞാൻ കാണുന്നത്. അദ്ദേഹമായിട്ടുള്ള ഒരു സംഭാഷണം, പ്രത്യേകിച്ച് MLA ആയതിനു ശേഷം, എന്തിനെ പറ്റിയായിരുന്നു? അല്ല, ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ടത് എൻ്റെ പിതാവ് വളരെയധികം അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ബെഡിൽ പോലും വി മുരളീധരനോടും ശ്രീ യൂസഫലിയോടൊക്കെ പറഞ്ഞത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ കുട്ടിയുടെ മോചനത്തെ പറ്റി. അദ്ദേഹം ഡെത്ത് ബെഡിൽ കിടക്കുമ്പോൾ അവസാനം ഞാനത് മുഖ്യമന്ത്രിയെ കണ്ട് ഞാൻ സംസാരിച്ചതും ഈ നിമിഷപ്രിയയുടെ ഒരു മാറ്ററാണ്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കത്തെഴുതണം എന്ന് ഞാൻ ആവശ്യപ്പെടാനാണ് അദ്ദേഹത്തെ പോയി കണ്ടത്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും, കത്തയക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ അപ്രോച്ച് ചെയ്യാൻ അദ്ദേഹം അച്ഛനെ പോലെ തന്നെ എളുപ്പമുള്ള ഒരാളായിട്ടാണോ ഒരു MLA എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ളത്? അല്ല, അതെനിക്കിപ്പം ഓരോരുത്തരെ ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. എനിക്കിപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം വേറൊരാളുടെ കാര്യം പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പലപ്പോഴും ഞാൻ പോയി കണ്ട് കാര്യങ്ങൾ പറയാറുണ്ട്. സ്വാഭാവികമായിട്ട് MLA എന്ന നിലയ്ക്ക് നിയമസഭയിലൊക്കെ വെച്ച് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവും. ഒരു ദിവസം ഒരു കത്തുകളും ലഭിക്കാതിരുന്നപ്പോൾ മക്കളൊക്കെ കൂടി ഒരു കത്തെഴുതി അച്ഛന് കൊടുത്തു വന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ആളുകളായി ചുറ്റപ്പെട്ട് നിൽക്കാൻ തന്നെയായിരുന്നു സാർ ഏറ്റവും അധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്? കുഞ്ഞു അങ്ങനെ മാത്രമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. പിന്നെ അത് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്കും എല്ലാ ഒരു രീതിയിലോട്ട് അങ്ങോട്ട് മാറി. ഞങ്ങൾ ആളില്ലാതിരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി. വർഷങ്ങൾ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പിന്തുടർച്ച എന്നുള്ള രീതിയിലൊക്കെ മുഖ്യമന്ത്രി ആവുന്നത് ചാണ്ടി ഉമ്മനായിരിക്കും അങ്ങനെയൊക്കെ ആളുകൾ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആളുകൾ സ്വപ്നം കണ്ടാൽ ആ സ്വപ്നങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഞാൻ ഈ MLA ആയിട്ട് തന്നെ എനിക്കിത് മാനേജ് ചെയ്യാൻ വലിയ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയും അതുപോലെ ആൾക്കാരെ കാണുന്നതും ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പോലും ഞാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള എക്സ്പെക്റ്റേഷൻസ്. കാരണം ആൾക്കാർ അപ്പേ പ്രതീക്ഷ തന്നെ വിളിക്കുമ്പോൾ എനിക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പറ്റാത്തൊരു സാഹചര്യം. അതുപോലെ ചില ഉത്തരവാദിത്തങ്ങൾ, സർവ്വമത സമ്മേളനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം എനിക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എല്ലാ എക്സ്പെക്റ്റേഷൻ പൂർത്തിയാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പം ഇത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കി. എനിക്ക് MLA ആകാൻ പറ്റിയതും ജനങ്ങളെ സേവിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ബാക്കിയൊന്നും ഞാനതൊന്നും ചിന്തിക്കാറില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ അവസാന സമയത്ത് ചികിത്സാ വിവാദമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മക്കളോട് എന്താ പറഞ്ഞിരുന്നത്? ചുറ്റുമുള്ള കാര്യങ്ങളെ, കോലാഹലങ്ങളെ പറ്റി നിങ്ങൾ ബോധവാന്മാരുണ്ട്, എനിക്കറിയാമല്ലോ സത്യങ്ങളൊക്കെ, അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? അല്ല, സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ കുഞ്ഞിനെ എപ്പോഴും അതൊരു കുടുംബം ഇങ്ങനെ ദുഃഖിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ദുഃഖിതനായിരുന്നു. ചെറുതെ ആവശ്യമില്ലാതെ വിവാദമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉയർത്തിയവരോട് ചൊല്ലി അദ്ദേഹത്തിന് ഒരു ദുഃഖം മനസ്സിലുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അവരൊക്കെ സംസാരിക്കുന്നല്ലോ എന്ന്. എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ ചോയ്സാണ്. മാത്രമല്ല, ഒരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ലോകത്തുള്ളതെന്ന് പറഞ്ഞാൽ ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പം വിദേശത്ത് ഞാൻ കഴിഞ്ഞ വർഷം UK പോയപ്പോൾ ഞാൻ ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഒരു ഷോപ്പിൽ കയറി. ബേസിക്കലി മെഡിസിൻസും കാര്യങ്ങളൊക്കെ മൊത്തം ഇന്ത്യൻ സ്റ്റഫാണ്. അശ്വഗന്ധ, ടെർമറിക് അടക്കമുള്ള സാധനങ്ങളാണ് ആ ഷോപ്പ് ഫില്ല് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അവിടെ ചെന്നാൽ, ലണ്ടനിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്താൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റോർ H&B എന്ന് കണ്ടാന്ന് എൻ്റെ പേര്. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറുകളിലൊന്നാണ്. മൊത്തം അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഇന്ത്യൻ സാധനങ്ങളും ടെർമറിക് അടക്കമുള്ള കാര്യങ്ങളാണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററായിട്ടും കൊടുക്കുന്നതും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈ ഇല്ലാത്തൊരു വിവാദം ഉണ്ടാക്കിയെടുക്കുക, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളൊരു
ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ അതിനെ കാണുന്നു.